സോ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതായത് ഇലക്ട്രോണുകൾ ഒരു കണ്ടക്ടറിനകത്തിരിക്കുമ്പം അതിനകത്ത് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ആ ധാരാളം ഇലക്ട്രോൺസ് ഒരു സീ പോലെ, ഒരു കടൽ പോലെ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ തമ്മി മൂവ് ചെയ്യും, തമ്മി ഇടിക്കും, കൊളീഷൻ നടക്കും. തൊട്ടടുത്തുള്ള രണ്ട് കൊളീഷന് എടുത്ത സമയം, the time interval between two successive collision is called tau or relaxation time. Then E, capital E is the electric field. നോക്കിയേ, ഇനി നമ്മൾ പറയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് ഈ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതിനകത്തെ ഇലക്ട്രോണുകളെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് മൂലം നമ്മൾ വലിച്ചുകൊണ്ട് പോലും അല്ലെ ഡ്രിഫ്റ്റ് ചെയ്യും. സോ ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. That is only in the presence of an electric field. That means E not equal to 0. ഇനി അതിന് മുമ്പ് ഒരെണ്ണോടെയുണ്ട് തെർമൽ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. സോ thermal velocity means that the velocity of the electron inside a conductor in the absence of electric field. അല്ലെങ്കിൽ ഈ 0 ആകുമ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ പുറത്തുനിന്ന് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ആ സമയത്തുള്ള നമ്മളുടെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് തെർമൽ വെലോസിറ്റി. അത് അപ്രോക്സിമേറ്റ്ലി 10⁵ മീറ്റർ ആണ്. അപ്രോക്സിമേറ്റ്ലി 10⁵ മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരെണ്ണം റൈറ്റിലേക്കാണെങ്കിൽ മറ്റൊരെണ്ണം ലെഫ്റ്റിലേക്ക്, അതെല്ലാം തമ്മി ക്യാൻസൽ ആയി പോകും. അതാണ് തെർമൽ വെലോസിറ്റി. ഈ 0 ആണെങ്കിൽ ക്യാൻസൽ ആയി പോകും. ഈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത് VD ഈസ് ഈക്വൽ ടു E tau ഡിവൈഡഡ് ബൈ m. ഇനി ഇതിന് നമ്മൾ പറഞ്ഞത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കും ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഈസ് ഈക്വൽ ടു E tau ഡിവൈഡഡ് ബൈ m. ഇനി നമ്മൾ പറയാണ് എത്രമാത്രം കറണ്ട് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി മൂലം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പം അത് ഇലക്ട്രോണിനെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. ഇലക്ട്രോൺ മൂവ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ID, the drift current is equal to number of the electrons into charge of that electrons into area of cross section of the conductor into drift velocity. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കാൻ എളുപ്പത്തിന് NaVDE എന്ന് എഴുതി കൊടുത്തായിരുന്നു. NaVDE, NaVid എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചു കൊടുത്തു. ID. So the drift current, expression for drift current is equal to NaVDE, where N is the number of the electrons or charge, number of the charge. This E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിന്റെ ചാർജ്. ഹോൾ ആണ് ഹോളിന്റെ ചാർജ്. സെമി കണ്ടക്ടർ ആണ് നമുക്കറിയാം, ഹോളുകൾ കൊണ്ട് ഇലക്ട്രോണും ഉണ്ട്. ഹോളിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമായിരിക്കും. VD ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ടൈം കറണ്ട് ഡെൻസിറ്റി. എഴുതിപ്പോയി കേട്ടോ, കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമുക്കറിയാം. ഓട്ടോമാറ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, അപ്പം നമുക്ക് മൊത്തം വോളിയം കൊണ്ട് ഹരിക്കണം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തത് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ
യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന കറണ്ടിന്റെ അളവ്, ദാറ്റ് ഈസ് എ കറണ്ട് ഡെൻസിറ്റി. ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അപ്പൊ നോക്കിയേ, ഇതിപ്പോ നമ്മുടെ കണ്ടക്ടർ ആണെന്നിരിക്കെ കറണ്ട് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്താലല്ലേ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ, ഇത്രയെന്ന് പറയുന്നത്. സോ കറണ്ട് ഡെൻസിറ്റി ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. ഇപ്പം ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഒരു മീറ്റർ എടുക്കുകയാണെങ്കിൽ, ഒരു മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതി, അങ്ങനെയുള്ള ഏതാണോ നമ്മൾ എടുക്കുന്ന യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ്, അതിൻ്റെ ഏരിയ എടുത്താൽ യൂണിറ്റ് ഏരിയ ഏരിയ ഈക്വൽ ടു 1. യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവിനെയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം ആ മെഷർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. എഴുതിക്കുക, ഡെഫിനേഷൻ ആവശ്യമുണ്ട്. ദ കറണ്ട് ഡെൻസിറ്റി that is represented by the letter small j. Current density is equal to I divided by A, area. അപ്പം I എന്ന് പറയുന്നത് ഇൻ ദ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി മൂലമുള്ള കറണ്ടാണ്. നമുക്ക് എന്നാന്ന് എഴുതാം? ഡ്രിഫ്റ്റ് കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു NA VDE divided by A. That is equal to N VDE. So ഒന്നുകൂടി എടുത്ത് എഴുതിയേക്കാം. J is equal to N E V D. ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമ്മൾ NEVD അങ്ങനെ ഓർത്തിരിക്കാൻ ചെറിയൊരു എളുപ്പം കിട്ടും. അതുകൊണ്ട് ഞാനത് അങ്ങനെ എഴുതിയെന്നുള്ളൂ. സോ 3 ഇക്വേഷൻ ആയി. ഇപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റി E ടോ ബൈ M, ടോ റിലാക്സേഷൻ ടൈം, E is the applied electric field, ID is equal to NA VDE, N into NA VDE. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം അന്ന് അവിടെ പറഞ്ഞായിരുന്നു, മൊബിലിറ്റി. ഇവിടുന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് അകത്ത് മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേമും കൂടെ, അതും കൂടെ ഇവിടെ എഴുതിയേക്കാം. Mobility is equal to that is represented by mu. Mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നായിരുന്നു? അതായത് ഇലക്ട്രിക് ഫീൽഡ്, എത്ര ഇലക്ട്രിക് ഫീൽഡ് ആണോ കൊടുത്തത്, അതായത് VD ഈക്വൽ ടു mu ഇൻറ്റു E എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്കറിയാം E കഴിഞ്ഞ് ബാക്കിയുള്ള എന്നാണ്? E ടോ ബൈ M. So E tau divided by M, that is mu or mobility. So these are the main equations. ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി മൂലം നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളതാണ് അതെല്ലാം. അതെന്നാന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോബ്ലം വരുമ്പം ഇതെല്ലാം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ വൺസ് അഗെയിൻ, ടോ റിലാക്സേഷൻ ടൈം, ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, M mass of the electron, then drift velocity VD is equal to E tau divided by M. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒഴികെ ബാക്കിയുള്ളതാണ് the mobility of the electron, that is equal to E tau by M. Tau is a relaxation time, E is the charge of the electron, M is the mass of the electron. അതിനുശേഷം A ഏരിയ ഉള്ള ഒരു കണ്ടക്ടറിലൂടെ N ചാർജ് കാരിയർ ഉണ്ട്, അതിന്റെ ചാർജ് Eയും വെലോസിറ്റി VDയും ആണെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് ID is equal to NA VDE. അതിനുശേഷം ഡെൻസിറ്റി അറിയാൻ വേണ്ടി ഒന്നുമില്ല, ഈ ID പഠിച്ചാൽ മതി. ഏരിയ കൊണ്ട് വി വാണ്ട് ടു ഡിവൈഡ്, ദെൻ NVDE ഓർ NEVD. ക്ലിയർലി ക്വാണ്ടിറ്റീസ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് കറണ്ട്, റിലാക്സേഷൻ ടൈം, മൊബിലിറ്റി, കറണ്ട് ഡെൻസിറ്റി. ഇവിടെ J ഈസ് ദ കറണ്ട് ഡെൻസിറ്റി. ജെയുടെ യൂണിറ്റ് എന്ന് പറയുമ്പം ഐയുടെ യൂണിറ്റ് ആണ് ആംബിയർ
ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഈക്വേഷൻ അറിയണം കേട്ടോ, അല്ലാതെ നടക്കൂല. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംബിയർ മീറ്റർ റൈസ് ടു -2. ഈ ജെയുടെ യൂണിറ്റ് ഒരു പ്രാവശ്യം കറണ്ട് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യാൻ അതിന്റെ യൂണിറ്റോടെ ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞാണ് ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ കറണ്ട്. കറണ്ട് ഒഴുകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് ഏരിയ എടുത്താൽ അതിനകത്തോടെ പോകുന്ന കറണ്ടിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. അടുത്തത് ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടർ. ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടർ. ആക്ച്വലി മെറ്റീരിയലിനെ ഞാൻ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്: കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ഇനി ഇവിടെ എങ്ങനെയാണ് കറണ്ട് കടത്തിവിടുന്നത്? ഫ്രീ ഇലക്ട്രോണിന്റെ മോഷൻ മൂലം. ഫ്രീ ഇലക്ട്രോൺ മൂവ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, ബൈ ദാറ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ്. ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്ന മൂലമാണ് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഇൻസുലേറ്ററിൽ ഇവിടെ കറണ്ടിന്റെ ഫ്ലോ നടക്കുന്നു. ഇനി പറയാണ് ബേസ്ഡ് അപ്പോൺ ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് ഇതിലെ കണ്ടക്ടറുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫസ്റ്റ് വൺ ഓമിക് കണ്ടക്ടർ, രണ്ടാമത് നോൺ ഓമിക് കണ്ടക്ടർ. അപ്പം ഓംസ് ലോ എന്നാണ് നമുക്കറിയാം, ദ കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ ഓംസ് ലോ ചോദിക്കാൻ മറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളത് ഉറപ്പായിട്ട് എഴുതണം കേട്ടോ. ഓംസ് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor I is directly proportional to the potential difference between the end of the conductor. So we can also write it as V directly proportional to I, V equal to a constant into I, V equal to I into R. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നോക്കിയേ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണിതെങ്കിൽ, let consider this is a value of V, അല്ലെങ്കിൽ ഒരു എക്സും വൈയും ആക്സിസ് എടുക്കുക. ആദ്യം നോൺ ഓമിക് കണ്ടക്ടറിനും ഒരു എക്സും വൈയും ആക്സിസ് എടുക്കുക. ഇപ്പൊ നോക്കിയേ, ഇതിനകത്ത് വി ഈക്വൽ ടു IR എന്ന് എഴുതി കഴിഞ്ഞാൽ V ബൈ I എന്ന് പറയണത് R ആയിരിക്കും അല്ലെ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിനെ I കൊണ്ട് ഹരിക്കണം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ Y ബൈ എക്സ് അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ എക്സ് ഓർ ബൈ. നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഒരു ഗ്രാഫ് ഒരു കണ്ടക്ടർ എടുത്ത് അതിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് ഓംസ് ലോ മെഷർ ചെയ്യുന്ന പോലെ നമ്മൾ അതിന്റെ വർക്കൗട്ട് ചെയ്ത് ഈ ആക്സിസ് നമ്മൾ I എടുത്ത് ഈ ആക്സിസിൽ V എടുത്തു കഴിഞ്ഞാൽ ഓമിക് കണ്ടക്ടറിന് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ആൻസർ ദാറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. V ബൈ I എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് എടുക്കാം. ഇങ്ങനെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ
ഈ വീനെ ഇത്രയും ഭാഗത്തിനെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് മുട്ടിക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വീനെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഐ കൊണ്ട് ഹരിച്ചാല് വി ബൈ ഐ എന്ന് പറയുന്നത് 6 കിട്ടും. സോ ഇതാണ് ഓമിക് കണ്ടക്ടർ. ഞാൻ എനി കണ്ടക്ടർ വിച്ച് ഒബൈസ് ഓംസ് ലോ and the VI graph should be a straight line and the slope of that curve gives the resistance. ഇനി ഒരു നോൺ ഓമിക് കണ്ടക്ടർ ആണെങ്കിൽ നമുക്കിത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി ലൈക്ക് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും, ചിലപ്പം ഡിക്രീസ് ചെയ്യും, ചിലപ്പോൾ മാറ്റമൊന്നും ഇല്ല, ചിലയിടത്ത് ഇച്ചിരി പോകും, ചിലപ്പോൾ അത് കുത്തനെ താഴത്തേക്ക് പോകും. വോൾട്ടേജ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ ഒരു വാല്യൂ ഇങ്ങനെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലെ കൂടുന്നു അല്ലെ കുറയുന്നു, അതിനകത്ത് റെസിസ്റ്റൻസ് കാണാം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഓമിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വിച്ച് ഒബൈസ് ഓംസ് ലോ 2-3 പോയിന്റ് പറയാം നമുക്ക്. ഒന്നത് ഓംസ് ലോ ഒബേ ചെയ്യണം. പിന്നെ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കണം. അതിൻ്റെ സ്ലോപ്പ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആ കണ്ടക്ടറിനെ ഒരു ഓമിക് കണ്ടക്ടർ എന്ന് വിളിക്കും. അങ്ങനെ അല്ലാതുള്ളതിനെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഒരു വളരെ അത്യാവശ്യമായ ഒരു ഹെഡിങ് ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. മെയിൻലി നമുക്ക് ചോദ്യം വരുന്നത് സെമി കണ്ടക്ടറിന്റെ കേസിലാണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം ഇപ്പം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യം. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇവിടെ ഞാൻ ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പൊ നോക്കി, നമുക്കറിയാം സെമി കണ്ടക്ടർ എടുക്കണം. സെമി കണ്ടക്ടറിന്റെ കേസിലാണ് എനിക്കത് പറയേണ്ടത്. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക്: നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതുള്ളത് സെമി കണ്ടക്ടറിന് മാത്രമേ ഉള്ളൂ. സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിന് മാത്രമേ അത് കാണിക്കാറുള്ളൂ. അപ്പൊ സെമി കണ്ടക്ടിങ് മെറ്റീരിയലിന് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ, അത് നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം. അതാണ് ആ നെഗറ്റീവ് ഒപ്പോസ് എന്ന് പറയാൻ കാരണം. നെഗറ്റീവ് temperature coefficient of resistance means that when temperature increases, resistance decreases. Resistance decreases. എഴുതി പോരാ എൻ്റെ കൂടെ. That means when temperature increases, resistance decreases. ഇനി അതെങ്ങനെയാണെന്ന് നോക്കിയേ. ഇപ്പം നമുക്കറിയാം, ഒരു സെമി കണ്ടക്ടറിന്റെ കേസിലാകുമ്പം നമുക്കൊരു ബാൻഡ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാലൻസ് ബാൻഡും ഉണ്ട്, ഒരു കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഈ കാര്യം. സെമി കണ്ടക്ടറിന്റെ വാലൻസ് ബാൻഡിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡിലാണെങ്കിൽ ഹോൾസ് ഉണ്ട്. അപ്പൊ താഴെ നിന്ന് ഒരു ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, if we apply a temperature to a semiconducting material, then this electron freely move from valence band to conduction. ഇതിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാ പറ്റി? കണ്ടക്ഷൻ കൂടി. കണ്ടക്ഷൻ കൂടി എന്ന് പറയുമ്പം റെസിസ്റ്റൻസ് കുറഞ്ഞു. ആക്ച്വലി
This is the negative temperature coefficient of resistance of a semiconductor. Semiconducting മെറ്റീരിയലിന് ടെമ്പറേച്ചർ കൂടുമ്പം കണ്ടക്ഷൻ അല്ലെ കണ്ടക്ടിവിറ്റി കൂടുകയും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. നോട്ട് ചെയ്തേ. ഇപ്പം ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ ഇതിനെ ഈ താഴത്തെ പാർട്ട് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. അതായത് ഇതിനെ നമ്മൾ എന്നാന്ന് വിളിക്കും? കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കും. അപ്പൊ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത്രയും ഗ്യാപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി എന്നൊക്കെ പറയും. എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ EG എന്നൊക്കെ എഴുതും, ബാൻഡ് ഗ്യാപ്പ് എനർജി. അപ്പൊ എപ്പോഴാണോ ഒരു വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണിന് ഈ ബാൻഡ് ഗ്യാപ്പിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അത് വാലൻസ് ബാൻഡിൽ നിന്ന് മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലെത്തി ഒരു ഇലക്ട്രോൺ ഇവിടുത്തെ ഒരു ഹോളുമായി ചേർന്ന് പെയർ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ഇലക്ട്രോൺ മോഷൻ മൂലമാണ് കറണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ കറണ്ടിന്റെ കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. സോ ഈ ബാൻഡ് ഗ്യാപ്പിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ടെമ്പറേച്ചറിൽ നിന്ന് സ്വീകരിക്കുകയും ടെമ്പറേച്ചർ കൂടുമ്പം കൂടുതൽ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും കണ്ടക്ഷൻ കൂടുകയും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് വിളിക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ, ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് decreases. This is only in the case of semiconductor like germanium, silicon, sometimes graphite എന്ന് പറയുന്ന കാർബണിന്റെ പുതിയ അലോട്രോപ്സിലേക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടെ എഴുതി, ഗ്രാഫീൻ, ഗ്രാഫൈറ്റ്. ഇനി നമുക്കിതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കണം. എങ്ങനെയാണ് ഇക്വേഷൻ വൈസിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആൽഫ ആണ്, അതിന്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ വൈസിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും സെമി കണ്ടക്ടറൈസ് എന്ന് പറഞ്ഞ് നിർത്തിയേക്കും. ഇനി ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നപ്പം എൻ്റെ ടെമ്പറേച്ചറിനെ എൻ്റെ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ഞാൻ അളന്നെടുത്ത്, ദാറ്റ് ഈസ് R0. ഇനി T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നപ്പം ഞാൻ അതിനെ RT എന്നെടുത്തു. എങ്ങനെയെങ്കിൽ ഒരു റിലേഷൻ ടെമ്പറേച്ചർ കൂടുമ്പം ശരിക്കും എന്നാ പറ്റണേ, ഇവിടെ നമ്മുടെ കൊളീഷൻസ് കൂടും അല്ലേ? ഇലക്ട്രോൺ കൂടുതലായിട്ട് കൊളീഷൻ ചെയ്യും. കണ്ടക്ടറിന്റെ കേസ് ആകട്ടെ, ഞാനിപ്പോൾ പറഞ്ഞു, സെമി കണ്ടക്ടറിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. കണ്ടക്ടറിന്റെ കേസിലാണെങ്കിൽ കൊളീഷൻ കൂടും. കൊളീഷൻ കൂടിക്കഴിഞ്ഞാൽ റാൻഡമായിട്ട് ഇടിക്കും, റെസിസ്റ്റൻസ് കൂടും. സെമി കണ്ടക്ടറിന്റെ കേസിലാണ് കുറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതാണ് എൻ്റെ റിലേഷൻ. R at any temperature T is directly proportional to R0. അതിനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ R at any T is equal to R0 into 1 plus alpha T plus beta T square plus etc. അങ്ങനെ ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് ആണ്. RT is equal to R0 plus alpha T plus beta T square. ആൽഫ, ബീറ്റ, അടുത്ത് വേണമെങ്കിൽ ഗാമ, ടി ക്യൂബ് ഇങ്ങനെയൊക്കെ എഴുതിയാൽ അതെല്ലാം കോൺസ്റ്റന്റുകളാണ്. ഇതിന്റെ വാല്യൂ വെരി വെരി സ്മോൾ ആണ്. ആൽഫയേക്കാൾ വളരെ സ്മോൾ ആണ് ബീറ്റ, അതിനേക്കാൾ വളരെ സ്മോൾ ആണ് ഗാമ, അങ്ങനെ പോകും. സോ we can neglect beta and gamma and so like R at any time T is equal to R0 into 1 plus alpha T. Here alpha is called temperature coefficient of resistance. Here alpha is called temperature coefficient of
റെസിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം RT is equal to R0 പ്ലസ് ആൽഫ ടി അല്ലേ. അപ്പം ആൽഫ ടിയുടെ വാല്യൂ എങ്ങനെയാവും? ആൽഫ ടി is equal to ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ RT മൈനസ് R0 എന്ന് എഴുതും. or alpha is equal to resistance and temperature T minus resistance at 0 degrees Celsius divided by resistance at that is equal to R0 into 1 plus alpha T. ഇവിടെ ഒരു R0യുടെ മൾട്ടിപ്ലിക്കേഷൻ വരും, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു R0 ഉണ്ട്. സോ ആൽഫ ഈസ് ഈക്വൽ ടു R0 into T. This is our expression for temperature coefficient of resistance alpha. Alpha is equal to RT minus R0 divided by R0T. ഇനി ഇതിപ്പോൾ R0 എന്ന് എഴുതി ഞാൻ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി എനിക്കതിനെ വേറൊരു രീതി ചെയ്യണം. ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം തരുവാണ്. നമ്മുടെ മെറ്റീരിയല് ആദ്യം ആ മെറ്റീരിയൽ R1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മാറി R2 ആയി. അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ T2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ R0 എനിക്ക് അറിയത്തില്ല. ഇത് രണ്ടും തമ്മിൽ വെച്ച് കണ്ടുവച്ച് എനിക്ക് അതിനകത്ത് ആൽഫ കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പേ എഴുതിയ ഈ ഇക്വേഷൻ ഒന്നൊന്ന് കൊടുത്താൽ ബൈ ഇക്വേഷൻ നമ്പർ 1 R1 നമുക്ക് എഴുതാം. R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T1. അതുപോലെ R2 ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T2. ഡിവൈഡ് ചെയ്ത് നോക്കി. R1 ബൈ R2 ഈക്വൽ ടു 1 പ്ലസ് ആൽഫ T1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ T2. നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആൽഫ ഉള്ളതിനെ മാത്രം ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. അവസാനം അതിനെ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈയോടെ ചെയ്യണം. അപ്പോൾ കിട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും ആൽഫ ഈസ് ഈക്വൽ ടു R2 ടെമ്പറേച്ചർ കൂടിയ സമയത്ത് റെസിസ്റ്റൻസ് മൈനസ് ടെമ്പറേച്ചർ കുറഞ്ഞ സമയത്ത് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ R1 T2 മൈനസ് R2 T1. പ്രോബ്ലം ചെയ്യാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ച ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. R ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T. അതിനകത്ത് ഇങ്ങോട്ട് ചെയ്തെടുക്കാൻ അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ രണ്ട് ആൽഫയുടെ ഇക്വേഷൻ ഞാൻ എഴുതി. ഒന്ന് റെസിസ്റ്റൻസിന്റെ ടേമിൽ 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ്, അത് തരുന്നത് പ്രായോഗികമായിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ കുറവായിരിക്കും. പക്ഷെ ഇത് രണ്ടാമത് പറഞ്ഞു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 T2 മൈനസ് R2 T1. ഒന്നുകൂടെ നോക്കാം. ഒന്നും ചെയ്തില്ല. 0 ഡിഗ്രി സെൽഷ്യസിന്റെ നമ്മൾ വാല്യൂവിനെ നമ്മൾ R0 എന്ന് എടുത്തു. T എന്ന് പറയുന്നതിലെ RT എന്ന് എടുത്തു. ഇപ്പൊ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ ഏതാന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് വൈസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. തിയററ്റിക്കലായിട്ട് അതിന്റെ ഇക്വേഷൻ ഇതാണ്. അറ്റ് എനി ടൈം എനി ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T പ്ലസ് ബീറ്റ T സ്ക്വയർ എക്സെട്ര. ഇവിടെ ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റുകളാണ്. ബീറ്റ അങ്ങോട്ട് പോകുമ്പോൾ വളരെ വളരെ ചെറുതായി വരുന്ന കാരണം നെഗ്ലക്ട് ചെയ്യുക. R അറ്റ് എനി ടൈം T ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി പറയാണ് അതിനെ ചെയ്തു വരുമ്പോൾ ആൽഫയുടെ ഉത്തരം കിട്ടും. ആൽഫ ഈക്വൽ ടു RT മൈനസ് R0 ഡിവൈഡ് ബൈ R0. ഇവിടെ നിന്ന് നോക്കിയേ. ഇവിടെ നിന്ന് എനിക്ക് പറയണം പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ആൽഫ പോസിറ്റീവ് ആണ്. ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ
ആർ ടി എന്ന് പറയുന്നത് വലുത് തന്നെ ആയിരിക്കണം R0-നേക്കാൾ. ഇനി അഥവാ സെമി കണ്ടക്ടറിന്റെ കേസ് എടുക്കുക. അപ്പൊ എന്നാ പറയണം? നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് വരണം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് വന്നെങ്കിൽ ആൽഫ നെഗറ്റീവ് ആണ്. ആൽഫ എപ്പോഴേ നെഗറ്റീവ് ആവുള്ളൂ? R0 എന്ന് പറയണം രണ്ടാമത്തെ വാല്യൂ, അല്ലെ RT ചെറുതാവണം. R0 ഈസ് ഗ്രേറ്റർ ദാൻ ടു ദാറ്റ് ഓഫ് RT. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ആൽഫ നെഗറ്റീവ്, negative temperature coefficient of resistance. Alpha is equal to positive for conductor and alpha is equal to negative for semiconductor. And ornode unde alpha equal to 0, അതായത് R0 equal to R at any time t. That is in the case of alloys. അത് ചിലപ്പോൾ അതിന്റെ എക്സാമ്പിൾ തന്നെ സഹിതം ചോദിക്കാറുണ്ട്. അലോയ്സ് മാംഗനിൻ, കോൺസ്റ്റന്റൻ, നിക്രോം. മാംഗനിൻ, കോൺസ്റ്റന്റൻ, നിക്രോം. സോ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ. അത് നമുക്ക് 3 തരത്തിൽ അതിന്റെ വാല്യൂ എടുക്കാം. പോസിറ്റീവ് ഫോർ കണ്ടക്ടർ, നെഗറ്റീവ് ഫോർ സെമി കണ്ടക്ടർ, 0 ഫോർ അലോയ്സ്. സെമി കണ്ടക്ടറിന്റെ ഇതിപ്പം കണ്ടക്ടർ എന്ന് പറയുമ്പം അയൺ, കോപ്പർ, നിക്കൽ എക്സെട്ര. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ജർമേനിയം, സിലിക്കൺ, നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്രാഫൈറ്റ് എക്സെട്ര. അലോയ്സ് മാംഗനിൻ, കോൺസ്റ്റന്റൻ, നിക്രോം. ഇവിടെയാണേലും എങ്ങനെയായിരിക്കും? R2 മൈനസ് R1 വരുമ്പോൾ R2 ഗ്രേറ്റർ ദാൻ കണ്ടക്ടർ, R2 ലെസ് ദാൻ സെമി കണ്ടക്ടർ, R2 ഈക്വൽ ടു R1 ഇൻസുലേറ്റ്, സോറി അലോയ്സ്. ഇനി അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ T തന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയുകയാണ് ഒരു മെറ്റീരിയൽ ഇത്ര ഡിഗ്രിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയപ്പോൾ അതിന് 80 ഓം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് അതിനെ ചൂടാക്കിയപ്പം അതിന് 100 ഓം റെസിസ്റ്റൻസ് കിട്ടിയെങ്കിൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് കാണാൻ എന്നെ ചെയ്യണം? ഈ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. ആൽഫ ഈക്വൽ ടു 100 മൈനസ് 80 ഡിവൈഡ് ബൈ R1 T2 ആട്ടെ, അവിടെയാണ് തെറ്റുന്നത്. R1 80 ഇൻറ്റു 40 മൈനസ് R2 ഇൻറ്റു T1 100 ഇൻറ്റു 30. That is equal to 20 divided by 4 into 8 32. 320 മൈനസ് അല്ലല്ലോ 4 32 2 0 മൈനസ് 1000. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ പ്രോബ്ലം വന്നാലും ഒരു മെറ്റീരിയലിന്റെ ചെയ്യിച്ചുള്ള പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൽഫയുടെ ഇക്വേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 T2 മൈനസ് R2 T1. അതനുസരിച്ച് മെറ്റീരിയൽസിനെ 3ആയി തിരിക്കുന്നു: കണ്ടക്ടർ, സെമി കണ്ടക്ടർ, അലോയ്സ്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ആൽഫയ്ക്ക് കണ്ടക്ടറിന്, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സെമി കണ്ടക്ടറിന്, 0 ആയിരിക്കും അലോയ്ക്ക്. ആ നെഗറ്റീവ് വെച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് എ സെമി കണ്ടക്ടർ. അതിന്റെ ഫിസിക്കൽ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഈ പറയണം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ആണ്. വാലൻസ് ബാൻഡിൽ നിന്ന് ടെമ്പറേച്ചർ കിട്ടിയാൽ ആ ഇലക്ട്രോൺസിന് ഒരു എനർജി കിട്ടും. അതിന് ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. അവിടെ ചെന്നത് ഹോളുമായി ചേർന്നിട്ട് പെയർ ഫോം ചെയ്യും. അങ്ങനെ അവിടെ കണ്ടക്ഷൻ കൂടും. ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ കണ്ടക്ഷൻ കൂടി, റെസിസ്റ്റൻസ് കുറഞ്ഞു. സോ വീറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ?